24x7 ഒരു കണ്ടസ്റ്റന്റ് ബിഗ് ബോസ് വീട്ടിൽ അഭിനയിച്ച് ജീവിക്കാൻ പറ്റും. ഞാൻ വിചാരിച്ചു ഇത്രയും കാലം പറ്റില്ല എന്നാണ്. ഏതെങ്കിലും ഒരു പോയിന്റിൽ അവരുടെ സ്വഭാവം പുറത്തു വരും. പക്ഷെ അങ്ങനെ കണ്ടസ്റ്റന്റ് ഉണ്ട്, ശ്രീരേഖ. ആളൊരു മാനിപ്പുലേറ്റീവ് ഗെയിമർ ആണെന്നൊന്നും ഞാൻ അല്ല, വേണമെങ്കിൽ ഒരു പരദൂഷണം അമ്മായി എന്ന് നമുക്ക് പറയാം. അത്രേ പറ്റൂ. കാരണം മാനിപ്പുലേഷൻ നടത്തണം വെച്ച് തലയ്ക്കകത്ത് എന്തെങ്കിലും ഓളൊക്കെ വേണ്ടിട്ട് അതൊന്നുമില്ല. സോ ആൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓസിന് കിട്ടിയാൽ ആസിഡ് കുടിച്ചിട്ടായാലും ഏത് നമ്മൾ പവർ ടീമിൽ കയറണം, അവിടെ വന്നിട്ട് മുട്ടയ്ക്ക് അടയിരിക്കുന്ന പോലെ ഇങ്ങനെ ഇരിക്കണം. കണ്ടന്റും കൊടുക്കില്ല, ഒന്നും കൊടുക്കില്ല. എന്നാൽ ബിഗ് ബോസ് എവിക്ഷനിലിട്ട് പുറത്താക്കുമോ? അതുമില്ല. സോ ആളുടെ മെയിൻ ഹോബി നാട്ടുകാരെ പറ്റി പരദൂഷണം പറഞ്ഞ് നടക്കാണ്. ഇവിടുന്ന് കിട്ടിയത് അവിടെ പോയി പറയാം, അവിടുന്ന് കിട്ടിയത് ഇവിടെ പോയി പറയും. സോ ഫസ്റ്റ് വന്ന സമയത്ത് എനിക്ക് നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിട്ട് തോന്നിയത്. പിന്നീട് ആള് സിജോയുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാകുന്ന നോക്കി. പിന്നെ സിജോ ഔട്ടായി. സിബിൻ വന്ന സമയത്ത് എനിക്ക് സിബിന്റെ അഡ്വൈസ് ഒക്കെ വേണം പറഞ്ഞിട്ട്, കാരണം സിബിനാണ് സപ്പോർട്ട് കൂടുതൽ തോന്നിയപ്പോ ആ മരത്തിൽ അങ്ങോട്ട് ചാങ്ങി. പിന്നീട് ജിൻഡോടൊപ്പമായി. പിന്നെ സിജോ തിരിച്ചു വന്ന സമയത്ത് വീണ്ടും സിജോടൊപ്പം. സോ ആളുടെ മെയിൻ പണി ഈ മറ്റേ പരദൂഷണം പറഞ്ഞ് നടക്കണം. ഒരു ജയിലിൽ ഒരു ആണും ഒരു പെണ്ണും അടുത്തടുത്ത് കിടന്നതിന് ആണിനെ എനിക്ക് കുറ്റം പറയാം. 2024 ചേച്ചി, ഇനിയെങ്കിലും 1960 ഐഡിയോളജി ഒക്കെ വിടും. ഇങ്ങനത്തെ